പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ചരിത്രത്തിലാദ്യമായി മാസത്തിലെ ആദ്യ ദിവസം നൽകുന്നതിൽ കേരള സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ശമ്പളം ലഭ്യമായി എങ്കിലും ഒന്നിച്ച് മുഴുവൻ സംഖ്യയും പിൻവലിക്കാനാവാത്ത അവസ്ഥയിലാണ് ജീവനക്കാരുള്ളത്. എന്തുകൊണ്ടാണ് ശമ്പളം തടസ്സപ്പെട്ടത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രതിമാസം ഏതാണ്ട് 5700 കോടി രൂപയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഇനത്തിൽ നൽകേണ്ടത്. ഈ 5700 കോടി രൂപ എന്നത് കേരളത്തിലെ പൊതു മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന, കേരളത്തിൻ്റെ ഒരു പൊതു പ്രാദേശിക സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്ന സംവിധാനമാണ്. പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ അവരുടെ ശമ്പളം പ്രാദേശിക മാർക്കറ്റിൽ വിനിയോഗിക്കുകയും താഴെ തട്ടിലടക്കമുള്ള കച്ചവടക്കാർ, അതുപോലെയുള്ള മറ്റ് ചെറിയ സംരംഭങ്ങൾ, അത്തരം എല്ലാ മേഖലകളിലും ചെലവഴിക്കുകയും കേരള സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക വിനിമയത്തിൻ്റെ ഒരു വലിയ ഗതി നിർണ്ണയിക്കുന്ന ഘടകമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി സർക്കാർ ജീവനക്കാർ ഏതെല്ലാം മേഖലയിലാണ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ, സർക്കാർ ജീവനക്കാരുള്ളത് അധ്യാപകരുണ്ട്, അതിനകത്ത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന, ചെറിയ ക്ലാസ് മുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, കോളേജ് അധ്യാപകരുണ്ട്, ആശുപത്രി ജീവനക്കാരുണ്ട്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുണ്ട്, അതിലേക്ക് ശുചീകരണ തൊഴിലാളികളുണ്ട്, സേവന മേഖല, നിരവധി സേവന മേഖലയിൽ ആളുകളുണ്ട്, ആരോഗ്യ മേഖല, സേവന മേഖല തുടങ്ങിയ നിരവധി മേഖലകളിൽ പണിയെടുക്കുന്നവരാണ് സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകിപ്പിച്ചാൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഇത്തരം മേഖലകളെ, പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം മേഖലകൾ ദുർബലപ്പെടും, സേവന മേഖലകൾ സ്തംഭിക്കും. രണ്ടാമത്, കേരളത്തിലെ പൊതു മാർക്കറ്റ് സ്തംഭിക്കും. ഈ രണ്ട് കാരണങ്ങളുണ്ട്. അത് സാമൂഹ്യമായും സാമ്പത്തികമായും കേരളത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിന് അപകടകരമാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തടസ്സപ്പെടുത്തിയാൽ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ശമ്പളം തടസ്സപ്പെട്ടത് എന്നത് കേരള സർക്കാരിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകാവുന്ന വിഹിതം ലഭിച്ചിട്ടില്ല എന്നാണ് കേരള സർക്കാർ പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ അതേസമയം കേരളത്തിൽ കേന്ദ്രവിഹിതത്തിനപ്പുറം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ്, ഈ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ആകെ താറുമാറാക്കിയിരിക്കുകയാണ്. അതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്കുകളിലാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ ATSBIയിൽ നിക്ഷേപിക്കപ്പെടുന്ന, എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്കിൽ നിക്ഷേപിക്കപ്പെടുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കഴിഞ്ഞ ദിവസം അക്കൗണ്ടുകളിൽ ജീവനക്കാർക്ക് ശമ്പളം വന്നുവെങ്കിലും അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ ശമ്പളം ക്രെഡിറ്റ് ചെയ്തതായി കാണിക്കപ്പെട്ടുവെങ്കിലും ഒരു ജീവനക്കാരനും ശമ്പളം പിൻവലിക്കാൻ ആകുന്ന അവസ്ഥയിലല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ട്രഷറി കേരളത്തിൽ ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു. ഇപ്പോൾ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായിട്ട് ദിവസം 14 കഴിഞ്ഞതുകൊണ്ട്, ഓവർ ഡ്രാഫ്റ്റിൻ്റെ പീരീഡും കഴിഞ്ഞ് 14 ദിവസവും കഴിഞ്ഞ ശേഷവും ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ട്രഷറിയിലേക്ക് നിക്ഷേപിച്ച ശമ്പളം, അത് ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഭാഗമായി ഫ്രീസ് ചെയ്യപ്പെടുകയാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഫ്രീസ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ ജീവനക്കാരുടെ ശമ്പളം തിരിച്ചെടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ കഴിയാതെയോ നിലനിന്നു. അക്കൗണ്ട് ബാലൻസിൽ നോക്കുമ്പോൾ ശമ്പളം എത്തിയെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളം പോയി. അതേസമയം കേരളത്തിൽ കേരള സർക്കാർ പണം വിനിയോഗിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല, മറ്റ് നിരവധി മേഖലകളിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ വസതിയിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 48 ലക്ഷം രൂപയാണ് മരപ്പട്ടിയുടെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടി പെട്ടെന്ന് ട്രഷറിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവായത്. അതേപോലെ തന്നെ നവകേരള യാത്രയ്ക്ക് അതിൻ്റെ പ്രിൻറ്റിംഗ് ചാർജായിട്ട് 9 കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ ദിവസം പാസ്സാക്കി കൊടുത്തത്. അപ്പോൾ അത്തരം വലിയ തോതിലുള്ള സംഖ്യകൾ ധാരാളമായി ദൂരത്തിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പാസ്സാക്കി കൊടുക്കുമ്പോഴും സർക്കാർ ജീവനക്കാരടക്കം ഉള്ളവരുടെ ശമ്പളം ലഭ്യമാകുന്നില്ല. ഇത് സർക്കാർ ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല, സാധാരണക്കാർ ഇവിടെ പെൻഷൻ കിട്ടാതെ വലയുകയാണ്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ, വിധവാ പെൻഷൻ അടക്കമുള്ള, കർഷക തൊഴിലാളി പെൻഷൻ അടക്കമുള്ള, വാർദ്ധക്യകാല പെൻഷൻ അടക്കമുള്ള ക്ഷേമ പെൻഷനുകൾ കേരളത്തിൽ ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ 6 മാസമായി ക്ഷേമ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക പിടിച്ചു വയ്ക്കുന്നത്
ഇതെല്ലാം ഇത്തരം ചെറിയ ചെറിയ യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷനുകളും കേരളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള സാമ്പത്തിക സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ചെറിയ അവർ ക്ഷേമ പെൻഷനിൽ ആളുകൾ കാത്തിരുന്ന് ലഭ്യമാകുന്ന തുക ആരും സമ്പാദിക്കുന്നവരല്ല. അത് വളരെ കൃത്യമായി മാർക്കറ്റിൽ പണം ആയി ചെലവഴിക്കുന്നവരാണ്. അപ്പോൾ അത് പ്രാദേശിക സമ്പദ്ഘടനകളെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ സർക്കാർ ഈ ചെയ്യുന്ന ശമ്പളം ഫ്രീസ് ചെയ്യപ്പെടുന്നത്, അതേപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ തടയുന്നത് ഇവിടുത്തെ പൊതുവായ മൊത്തത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടി ശക്തമായി ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് കേവലം സർക്കാർ ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൻ്റെ പൊതു സാമ്പത്തിക സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്ന പ്രശ്നമാണ്. ക്ഷേമ പെൻഷനുകൾ തടയുന്നത് പെൻഷൻ വാങ്ങുന്നവരുടെ മാത്രം പ്രശ്നമല്ല, അത് കേരളത്തിൻ്റെ പ്രാദേശിക മാർക്കറ്റുകളിൽ വിനിയോഗിക്കപ്പെടേണ്ടുന്ന സംഖ്യയാണ്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ വളരെ തെറ്റായ മിസ്മാനേജ്മെൻറ്റ്, കേരള സർക്കാർ വളരെ തെറ്റായ രീതിയിലാണ് സാമ്പത്തിക സംവിധാനത്തെ മാനേജ് ചെയ്യുന്നത്. മന്ത്രിമാരുടെ ധൂർത്തൊരു വശത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഭരണധൂർത്തൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വികസന പദ്ധതികൾ എന്ന പേരിൽ ഇവിടെ വലിയ തോതിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആശ്രിത ബന്ധു നിയമനങ്ങൾ പിൻവാതിലൂടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലതരം ബോർഡ് കോർപ്പറേഷനുകൾ എന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങൾ അത് കെടുകാര്യസ്ഥത മൂലം നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളിലെ നഷ്ടങ്ങൾ നികത്താനോ ഖജനാവിലെ ചോർച്ചകൾ തടയാനോ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആഡംബരങ്ങൾ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. പകരം ജോലി ചെയ്യുന്ന അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം തടസ്സപ്പെടുത്തുന്നു. ചെറിയ സംഖ്യ മാസാമാസം ലഭിക്കുന്ന ചെറിയ സംഖ്യ ക്ഷേമ പെൻഷനായി ലഭിക്കുന്ന ഏറ്റവും സാധാരണക്കാരുടെ സാമ്പത്തിക വിനിമയത്തെ തടസ്സപ്പെടുത്തുന്നു എന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ചരിത്രത്തിലാദ്യമായി മുടങ്ങി എന്നത് കേരളത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട സാമ്പത്തിക മാനേജ്മെൻറ്റാണ് ഇപ്പോഴത്തെ ഇടത് സർക്കാരിൻ്റേത് എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്ന ഒന്നാണ്. ഇത് കേവലം ചെറിയ പ്രശ്നമായി കാണേണ്ടുന്ന ഒന്നല്ല, അതൊരു വലിയ പ്രശ്നമായി തന്നെ കാണേണ്ടതാണ്. അക്കൗണ്ടിൽ ശമ്പളം കണ്ട് സംതൃപ്തി അല്ലല്ലോ ശമ്പളം എന്ന് പറയുന്നത്. ഇത് ചെലവഴിക്കാനാണ്, എല്ലാവരുടെയും ഓരോ മാസത്തെയും ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. അത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത് കൃത്യസമയത്ത് ശമ്പളവും പെൻഷനും ലഭ്യമാക്കുന്ന നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം കേരളത്തിൻ്റെ മുഴുവൻ ചലനങ്ങളുമാണ് തടസ്സപ്പെടുക എന്ന ഓർമ്മ കേരള സർക്കാരിന് വേണം എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്.